നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആതിരയുടെ കയ്യിലുള്ള കുഞ്ഞാണ് എന്റെ സ്വന്തം കുഞ്ഞെന്ന് ഞാൻ പറഞ്ഞാൽ ഇനി ഒരാളും വിശ്വസിക്കില്ല. പോലീസോ കോടതിയോ പോലും ഞാൻ പറയുന്നത് കേൾക്കില്ല. നിങ്ങൾ കാരണം ഇതെല്ലാം സംഭവിച്ചത്. തന്റെ ആക്രാന്തം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, അല്ല ഞാൻ കാരണമൊന്നുമല്ല. അച്ഛന്റെ ചായ എടുത്ത് വെച്ചേക്ക്, ഞാൻ കൊണ്ടു കൊടുത്തോളാം. വേണ്ട, ഞാൻ തന്നെ കൊണ്ടുകൊടുത്തോളാം. ചില സമയത്ത് അച്ഛൻ കൊച്ചുകുട്ടികളെ പോലെയാ, വാശി പിടിക്കും. പ്രത്യേകിച്ച് മരുന്നെടുത്ത് കൊടുക്കുന്ന കാര്യത്തില്. ചേച്ചി അല്ലാതെ ആരും ആ മരുന്ന് ബോക്സിൽ തൊടാൻ പോലും അച്ഛൻ സമ്മതിക്കില്ല. അച്ഛന്റെ അവസ്ഥ നിനക്കറിയാവുന്നതല്ലേ. ഞാൻ എടുത്തു കൊടുക്കുന്നത് കറക്റ്റ് ആയിരിക്കുന്ന അച്ഛന്റെ വിശ്വാസം. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് വിളിക്കാനിരിക്കായിരുന്നു. എന്തിന്? അല്ല, ഇതാർക്കാ 3 ചായ? ഒന്ന് അച്ഛനായിരിക്കും, മറ്റേതാർക്കാ? അതൊക്കെ അറിയണമെങ്കിൽ എന്റെ കൂടെ വാ, അപ്പൊ മനസ്സിലാവും. നീ ചായ എടുക്കാൻ പോകുന്നിടത്തേക്ക് ഞാനെന്തിനാ വരുന്നത്? ആർക്കാണ് ഈ ചായ എന്ന് നിങ്ങൾക്കല്ലേ അറിയണ്ടേ. അതാരാന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വാ. പിന്നെ ഞൊട്ടു. എന്നാലും അതാരായിരിക്കും? സ്നേഹേ, സ്നേഹേ, ഗുഡ് മോർണിംഗ് ഏട്ടത്തി. ഗുഡ് മോർണിംഗ്. ധനുഷ് എവിടെ? എണീറ്റിട്ടില്ല. ധനുഷ് രാത്രി എപ്പോഴാ വന്നേ? പോയി 1 മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ തിരിച്ചു വന്നല്ലോ. ആ, ഇന്നലെ രാത്രി ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടവൻ തിരിച്ചു വന്നെന്നോ? ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എന്താ ഏട്ടത്തി? ഏയ് ഒന്നുമില്ല. ധനുഷിനും കൂടി ചായ കൊടുക്ക്. ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് എന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞ് പുച്ഛിച്ചായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ധനുഷ് എങ്ങനെ തിരിച്ചു വന്നു. നിങ്ങളുടെ പ്ലാനും പദ്ധതിയൊക്കെ ഞാൻ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്ലാൻ പൊളിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തത്. അതനുസരിച്ചാണ് ധനുഷ് ഇവിടുന്ന് പുറത്തേക്ക് പോയത്. ധനുഷിന് പകരം നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോയത് വേറൊരാളാണ്. ധനുഷ് തിരിച്ചു വരുന്നത് നോക്കി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ധനുഷ് പിൻവശത്ത് മതില് ചാടിയാ തിരിച്ചു വന്നത്. ഇനിയെങ്കിലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾ ഇങ്ങനെ അവന്റെ പിന്നാലെ നടക്കരുത്. എന്നാലേ ഞാൻ നല്ലൊരു ചൂട് ചായ തരട്ടെ. നല്ല ക്ഷീണം കാണും. രാത്രി ധനുഷ് തിരിച്ചു വരുന്നത് കാത്ത് ഉറക്കമടിച്ചിരുന്നതല്ലേ?
ഒരു രാത്രിയുണ്ട്, ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. എന്റെ തന്ത്രങ്ങളെ നീ പൊളിച്ചു കാണും. അത് മറികടന്ന് അവൻ തിരിച്ചു വന്നും കാണും. പക്ഷേ ഇതോടെ അവന്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ അവൻ നാശത്തിന്റെ വക്കിലായിരുന്നു. പക്ഷേ ഇപ്പൊ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സത്യത്തിൽ അവരിപ്പോ ഭാര്യ ഭർത്താക്കന്മാരായി. ഇനി ധനുഷിന്റെ മേലുള്ള പൂർണ്ണ അവകാശം സ്നേഹയ്ക്ക് മാത്രം. ഇനിയെങ്കിലും ഈ കുടുംബം നശിപ്പിക്കാൻ നിൽക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. അതല്ല, ഇനിയും ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നന്ദിട്ട ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചെന്ന് വരും. പിന്നെ നിങ്ങൾ ഈ നെല്ലിശ്ശേരി തന്നെ ഉണ്ടാവില്ല. പക്ഷേ അപ്പോഴും ധനുഷ് ഇവിടെ തന്നെ ഉണ്ടാവും, സ്നേഹയുടെ ഭർത്താവായിട്ട്, അവളുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ട്. എന്റെ മുറി കയറി വരാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നടോ? മര്യാദയ്ക്ക് ഇറങ്ങി പോന്നാ നല്ലത്. എനിക്ക് പറയാനുള്ളത് അവന്തിക മേഡം ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട, മര്യാദയ്ക്ക് ഇറങ്ങി പോവാനാ പറഞ്ഞത്. ഇല്ല മേഡം, എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ല. എന്റെ ജീവിതം തകർത്തത് നിങ്ങളാണ്. എന്റെ ഭാര്യ പോയി, എന്റെ കുഞ്ഞിന്റെ നിയമപരമായ അവകാശം പോലും എനിക്കിന്നില്ല. രേഖകൾ അനുസരിച്ച് ശിവരാമൻ ഉപേക്ഷിച്ച കുഞ്ഞിനെ അർച്ചന മേഡവും ഭർത്താവും കൂടി ദത്തെടുത്തു. യഥാർത്ഥത്തിൽ എന്റെ കുഞ്ഞിന്റെ മേലുള്ള അവകാശം പോലും എനിക്ക് നഷ്ടപ്പെട്ടു. ആതിരയുടെ കയ്യിലുള്ള കുഞ്ഞാണ് എന്റെ സ്വന്തം കുഞ്ഞെന്ന് ഞാൻ പറഞ്ഞാൽ ഇനി ഒരാളും വിശ്വസിക്കില്ല. പോലീസോ കോടതിയോ പോലും ഞാൻ പറയുന്നത് കേൾക്കില്ല. നിങ്ങൾ കാരണം ഇതെല്ലാം സംഭവിച്ചത്. തന്റെ ആക്രാന്തം കൊണ്ടാ ഇതെല്ലാം സംഭവിച്ചത്, അല്ല ഞാൻ കാരണമൊന്നുമല്ല. സ്വന്തം കുഞ്ഞ് വലിയ വീട്ടിൽ ജീവിക്കണം എന്നുള്ളത് തന്റെ ആഗ്രഹമായിരുന്നില്ലേ? അതിനുവേണ്ടിയില്ലേ താൻ ഇതെല്ലാം ചെയ്തത്? അല്ലാതെ ഞാൻ പറഞ്ഞപ്പോ കണ്ണടച്ച് സ്വന്തം കുഞ്ഞിനെ മാറ്റിയൊന്നുമല്ലല്ലോ. അതൊക്കെ സത്യം. പാവപ്പെട്ട ഏതൊരച്ഛന്റെയും മോഹം സ്വന്തം കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ വളരുക എന്നുള്ളതാണ്. എന്റെ കുഞ്ഞിനെ ഒരിക്കലും ഇത്തരം ചുറ്റുപാടിൽ വളർത്താൻ എനിക്ക് സാധിക്കില്ല. എന്റെ കുഞ്ഞൊരു വലിയ പണക്കാരന്റെ വീട്ടിൽ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.